എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ഈസിയായ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തൈരൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചേച്ചും 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള നീളത്തിലല്ല ഇവിടെ കട്ട് ചെയ്ത് ചേർക്കേണ്ട, ക്യൂബ്സ് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽ മുളക് 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചും അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 3 എണ്ണം കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പിൻ്റെ പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാളയിലേക്ക് മാത്രമുള്ള ഉപ്പേ ഞാൻ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഉടഞ്ഞു പോകത്തില്ല. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് ഈ ഒരു കറിയിലേക്ക് കിട്ടാനായിട്ട്. അതാണ് നീളത്തിൽ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സോഫ്റ്റായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പോളം തക്കാളി കട്ട് ചെയ്ത് ചേർക്കുകയാണേ. അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി രണ്ടും കൂടെ നന്നായിട്ട് വന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.25 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അത്യാവശ്യം തിക്കിലാണ് ഇത് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ല കുറച്ച് ലൂസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ടൈപ്പിലാണ് എടുക്കുന്നത്. കാരണം ഒരുപാട് ലൂസിനും അല്ല ഒരുപാട് തിക്നെസ്സിനും അല്ല എടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിവിടെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ തൈര് ചേർക്കുമ്പോൾ പിരിയാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഒരു ചൂട് കിട്ടുകയും ചെയ്യും, നമ്മുടെ തൈര് പിരിഞ്ഞു പോകത്തുമില്ല. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഞാൻ ഇവിടെ വീണ്ടും കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു പുളിക്ക് അനുസരിച്ചിട്ടും ഒക്കെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ഈ ഒരു കറിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെല്ലാവർക്കും വെച്ച് കൊടുക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.